എഗെയിൻ ചങ്കിൻ്റെ ഒപ്പം വ്ളോഗ് ആട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാലക്കാട് പോണതിന് മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത്. ആദ്യം തന്നെ ഞങ്ങൾ ലോട്ടസിൽ പോകണം കേട്ടോ. ലോട്ടസിൽ പോയിട്ട് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ക്യൂട്ട് സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ കേട്ടോ. ഈ ഒരു മിററൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ സാധനം ഇങ്ങനെ വീടാണ് നല്ല രസമില്ല ഗൈസ്. അവളാണ് 2 മണിക്കൂറോളം ലോട്ടസിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. പിക് മാജിക്കിലാണ്. ഈ ഒരു ക്ലിപ്പിന് ആകെ 18 രൂപ കേട്ടോ. ഓൾറെഡി എൻ്റെ ഈ സംഭവം ഉണ്ട്, ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായി കേട്ടോ. അത് ഞങ്ങൾ നേരെ പറവൂർ സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടെ ഷേക്ക് കുടിക്കണേ ജസ്റ്റ് 20 രൂപ ഉള്ളൂ. ഇതിന് നല്ല ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കൊടുങ്ങല്ലൂർ പോകണം കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു മരുന്ന് മേടിക്കാനുണ്ട്. ഈ മരുന്ന് മേടിക്കാൻ വേണ്ടി ഗൈസ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഫുൾ മെഡിക്കൽ ഷോപ്പിലും ഇറങ്ങിയിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഒരു കടയിൽ നിന്ന് നമുക്ക് ആ മരുന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് വെച്ചിട്ടുണ്ടായില്ല, വിഷം കണ്ണും മൂക്കില്ലാണ്ടായി പോയി. അങ്ങനെ പെട്ടെന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളൊരു ഊണ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഒന്ന് ജീവൻ വീണ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പിങ്ക് മാജിക്കിൽ നിന്ന് ഒരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കേട്ടോ, ഇതാണ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന മാല. ഇത് എന്നോട് പലരും എവിടെ നിന്നാണ് മേടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാല. പക്ഷേ എൻ്റെ കളർ ഇപ്പോൾ പോയി തുടങ്ങിയിട്ട് ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്യുന്നത് ഗൈസ് ഈ ബീച്ചിൽ പോകാമെന്ന്. പക്ഷെ നടന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾ ടീമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ബീച്ചിക്ക്. ഞാനും കിട്ടി ഈ സാധനത്തിൻ്റെ മണ്ടേ കയറാനിട്ട് ആൻറ്റിയും അമ്മയും കൂടി കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടം വഴി ഓടിച്ചു ഗൈസ്. കാരണം അതിന് ഉരുണ്ട് ഞങ്ങൾ തന്നെ പൊക്കാൻ ചെല്ലാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയാൽ മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ഇത്തലും കാര്യങ്ങളൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ ഗൈസ് സൺസെറ്റ് സൺസെറ്റ് ആയിരുന്നു ഗൈസ്. ഈ ബീച്ചിൽ നിന്ന് സൺസെറ്റ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഗൈസ് സാധനമാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ചീഞ്ഞ പോലത്തിലായതുകൊണ്ട് ഞങ്ങളുടെ പിക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞെങ്കിൽ 2 പറയാനുണ്ട് ഗൈസ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വിശന്ന് അലഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കപ്പയും പിന്നെ കക്കയുമാണ് അവളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കപ്പയൊക്കെ എന്നെ ഒരു കയ്പായിട്ടൊരു പഴകിയ ടൈപ്പ്. കക്കൊക്കെ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞാൻ മേടിച്ചത് ജസ്റ്റ് ഒരു മുട്ട പൊഴിയത് അവിടെ ഗൈസ് ചീഞ്ഞ മുട്ടയായിരുന്നു. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് കക്ക മാത്രം കഴിച്ചോളൂ. കക്ക എന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞു പ്ലേറ്റിന് 100 രൂപയായിരുന്നു ഗൈസ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ 200 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചു. കപ്പ ഞങ്ങൾ വെറുതെ കൊടുത്തു തിരിച്ച്. പിന്നെ മുട്ട ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല, കാരണം ചീഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മോമോസിൻ്റെ കട ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ മോമോസും കഴിച്ച് എന്തായാലും ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ.